ഈ ഒരു സമയം നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്? എന്ത് മെസ്സേജാണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ലവേഴ്സ്, നൈറ്റ് ഓഫ് വാൺസ്, നയൻ ഓഫ് സോഡ്സ്, ഫോർ ഓഫ് സോഡ്സ് ആൻഡ് മജീഷ്യൻ. ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് കാണാനായിട്ട് കഴിയുന്നത്. വളരെ ഡീപ്പ് ബോണ്ടിങ്ങോട് കൂടി പോയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ ഇതിനകത്ത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ഒരു ചതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു മേജർ റോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മോശം ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പോലും നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാവാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അനുഭവിക്കപ്പെട്ട ആ ഒരു വേദനയുമായിട്ട് മുന്നോട്ട് പോകാതെ നിങ്ങളോട് ഹീൽ ആവാനാണ്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിന് മാറ്റം വരും. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി അറിയാനായിട്ട് പോകുന്ന ഒരു സമയമാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക.